ഏറ്റവും ആധുനികമായ ഡ്രോണുകൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ അല്ലെങ്കിൽ അൺമാൻഡ് ഏരിയൽ വെഹിക്കിൾസ് നിർമ്മിക്കുന്ന കാര്യത്തിൽ മുന്നിട്ട് നിൽക്കുന്ന രാജ്യങ്ങളാണ് അമേരിക്ക, ചൈന, റഷ്യ, ഇന്ത്യ, തുർക്കി, ഇസ്രായേൽ. ഈ രാജ്യങ്ങളാണ് ഈ ഒരു രംഗത്ത് മുന്നിട്ട് നിൽക്കുന്നത്. 2009 മുതൽ തന്നെ അത്യാധുനികമായ സ്റ്റെൽത്ത് കാപ്പബിലിറ്റി ഉള്ള ഡ്രോണുകൾ നിർമ്മിക്കാനുള്ള ശ്രമം ഇന്ത്യ ആരംഭിച്ചിരുന്നു. അതിൽ തന്നെ വളരെ ക്ലാസിഫൈഡ് ആയിട്ടുള്ള, വളരെയധികം സ്വകാര്യമായിട്ട്, സീക്രട്ട് ആയിട്ട് ഇന്ത്യ സൂക്ഷിച്ചിരുന്ന ഒരു പ്രോജക്റ്റാണ് ഓറ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രോജക്റ്റ്. ഈ ഓറ എന്നത് 2009 ഇന്ത്യ ആരംഭിച്ച ഒരു ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ്. എന്ന് വെച്ചാൽ ഇന്ത്യയെ ഡ്രോണുകളുടെ കാര്യത്തിൽ അല്ലെങ്കിൽ ആളില്ലാ യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കുന്ന കാര്യത്തിൽ ഒരു വലിയ ശക്തിയാക്കി മാറ്റുക എന്നതാണ് ഓറ എന്ന് പറയുന്ന പ്രോഗ്രാമിലൂടെ ലക്ഷ്യമിട്ടത്. ഈ ഓറ എന്ന് പറയുന്ന പ്രോഗ്രാമിന് കീഴിൽ ഇന്ത്യ അസാധ്യമായിട്ടുള്ള നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. ഓട്ടോണമസ് അൺമാൻഡ് റിസർച്ച് എയർക്രാഫ്റ്റ് എന്നാണ് ഓറ എന്ന പേരിന്റെ പൂർണ്ണ രൂപം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ വിചാരിച്ചത് ഓറ എന്ന പേരിൽ തന്നെ ഒരു എയർക്രാഫ്റ്റ് വരുമെന്നും ആ ഒരു എയർക്രാഫ്റ്റ് ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് മാറുമെന്നുമാണ്. DRDOയെ ഇക്കാര്യത്തിൽ ഒരു റിസർച്ച് നടത്തുന്നതിനായിട്ട് ആദ്യം നിയോഗിക്കുന്നത് 2009 2013 ഈ പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു റിപ്പോർട്ട് DRDO സമർപ്പിക്കുകയും ചെയ്തു. പക്ഷേ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള പല കാര്യങ്ങളും അതീവ രഹസ്യമായിട്ടാണ് പിന്നീട് ഇന്ത്യ കൈകാര്യം ചെയ്തിട്ടുള്ളത്. ക്ലാസിഫൈഡ് ആയിട്ടുള്ള ഡോക്യുമെന്റ്സും കാര്യങ്ങളുമായിരുന്നു കൂടുതലും. അതിന്റെ കാരണം എന്ന് വെച്ചാൽ അക്കാലത്ത് ഈ പ്രോജക്റ്റ് തുടങ്ങുന്ന സമയത്ത് ലോകത്ത് വേറെയും രാജ്യങ്ങൾ ഡ്രോൺ നിർമ്മാണ രംഗത്ത് മുന്നേറാൻ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. അമേരിക്ക അക്കാര്യത്തിൽ ഏറെ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പബ്ലിക് ഡൊമൈനിൽ കിട്ടുക എന്ന് പറയുന്നത് വളരെ പ്രയാസമായിരുന്നു. ഈവൻ ഇപ്പോൾ പോലും ഇന്ത്യയുടെ ഈ ആളില്ലാ യുദ്ധവിമാനങ്ങളുമായി ബന്ധപ്പെട്ട്, ആധുനിക ഡ്രോണുകളുമായി ബന്ധപ്പെട്ട് ഉള്ള വിവരങ്ങൾ വളരെ കുറച്ചു മാത്രമേ പബ്ലിക് ഡൊമൈനിൽ ലഭ്യമായിട്ടുള്ളൂ. അതീവ രഹസ്യ സ്വഭാവം ഇക്കാര്യത്തിൽ ഇന്ത്യ പുലർത്തുന്നുണ്ട്. നോക്കൂ, നമ്മുടെ ശത്രു രാജ്യങ്ങൾ 5ാം തലമുറ യുദ്ധവിമാനങ്ങളൊക്കെ നിർമ്മിക്കുന്നു എന്ന് പറയുമ്പോഴും ഇന്ത്യയുടെ കോൺഫിഡൻസ് നമ്മളിവിടെ കാണണം. ഇന്ത്യ വളരെ കോൺഫിഡന്റ് ആയിട്ടാണ് മുന്നോട്ട് പോകുന്നത്. തീർച്ചയായിട്ടും നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു മുന്നേറ്റം അല്ലെങ്കിൽ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത വലിയ നേട്ടങ്ങൾ ഇന്ത്യ ഈ മേഖലയിൽ കൈവരിച്ചിട്ടുണ്ടാകാനാണ് സാധ്യത. ഓറ എന്ന പേരിൽ ഒരു എയർക്രാഫ്റ്റ് ഇനി യഥാർത്ഥത്തിൽ ആ പേരിൽ തന്നെ ഇന്ത്യ ഭാവിയിൽ ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് പുറത്തിറക്കുമോ എന്ന് നമുക്കറിയില്ല. പക്ഷെ ഈ പദ്ധതിയുടെ കീഴിൽ ഇന്ത്യ വികസിപ്പിച്ചെടുത്തിട്ടുള്ള ഘാതക് എന്ന് പറയുന്ന നമ്മുടെ സ്റ്റെൽത്ത് കാപ്പബിലിറ്റി ഉള്ള ഡ്രോൺ, ഇത് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ആളില്ലാ വിമാനങ്ങളിൽ അല്ലെങ്കിൽ ഒരു ഡ്രോണുകളിൽ ഒന്നാണ്. ഓറ എന്ന് പറയുന്ന നമ്മുടെ റിസർച്ചിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഇത് നിർമ്മിച്ചിരിക്കുന്നത്. അതായത് ഇതിന്റെ ഡിസൈൻ ആയിക്കോട്ടെ, ഇതിന്റെ സ്റ്റെൽത്ത് കാപ്പബിലിറ്റി ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇതിന്റെ ഈ ഒരു പ്രോജക്റ്റുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ആശ്രയിക്കുന്നത് ഓറയാണ്. ഓറയുടെ ഒരു പ്രോഡക്റ്റ് ആണ് സത്യത്തിൽ ഘാതക് എന്നാണ് നിലവിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. എന്തിനേറെ പറയുന്നു, ഈ ഘാതകമായി ബന്ധപ്പെട്ട് പോലും നമുക്ക് പല കാര്യങ്ങളും പബ്ലിക് ഡൊമൈനിൽ പൂർണ്ണമായിട്ടും ലഭ്യമല്ല. കാവേരി ഡ്രൈ എഞ്ചിൻ ഇതിൽ ഉപയോഗിക്കുന്നു എന്ന ഒരു കാര്യം മാത്രമാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് പുറത്തു വന്നിട്ടുള്ളത്. എന്നാൽ ഇതിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യയുടെ സാധ്യതകൾ പരമാവധി പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ് സൂചന. അത് നമ്മുടെ സാധാരണ നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറം ഈ ഒരു ആയുധം അല്ലെങ്കിൽ ഈ ഒരു ഡ്രോൺ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുന്ന ഒന്നാണെന്നും ഇതിലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള AI ഫീച്ചേഴ്സും ഇതിന്റെ യുദ്ധ സമയങ്ങളിൽ അടക്കമുള്ള ഇത് കാഴ്ചവെക്കുന്ന സ്കിൽസും ഒക്കെ ആരെയും അമ്പരപ്പിക്കുന്ന ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഒന്നാണെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഈ ഓറ എന്ന് പറയുന്ന പ്രോജക്റ്റിന്റെ കീഴിൽ സ്വിഫ്റ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം കൂടി ഇന്ത്യക്കുണ്ട്. സ്വിഫ്റ്റ് എന്ന് പറയുന്നത് സ്റ്റെൽത്ത് വിങ് ഫ്ലൈയിങ് ടെസ്റ്റ് ബെഡ് ആണ്. ഇത് യഥാർത്ഥത്തിൽ ഒരു ഫുൾ സ്കെയിൽ UCAV അല്ല, മറിച്ച് ഇത് പ്രധാനമായിട്ടും വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ഘാതക് UCAV പ്രോഗ്രാമിന് വേണ്ടിയിട്ടാണ്. അതായത് ഈ ഘാതക് പ്രോഗ്രാമിൽ വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു ക്രിട്ടിക്കൽ കമ്പോണന്റ് ആണ് സ്വിഫ്റ്റ് എന്ന് പറയുന്നത്. സോ ഇതിന്റെ ഒന്നും കറക്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിൽ അവൈലബിൾ അല്ല എന്നുള്ളത് തന്നെയാണ്. തികച്ചും ആധുനികമായിട്ടുള്ള, മോഡേൺ ആയിട്ടുള്ള, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഡിസൈനും ക്യാപ്പബിലിറ്റീസും ഉള്ളവയാണ് ഇന്ത്യയുടെ ഈ ഘാതക് അടക്കമുള്ള UCAVകൾ എന്ന് പറയുന്നത്. സോ ഇതിനൊക്കെ തുടക്കം എന്ന് പറയുന്നത് ഓറയാണ്. ഓറയുടെ കീഴിൽ ഈ ഘാതക് അല്ലാതെ വേറെയും അത്യാധുനികമായ ഡ്രോണുകൾ നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് എന്നാണ് സൂചന. ഇതിലേതിനെങ്കിലും ഓറ എന്ന പേര് കൊടുക്കുമോ എന്ന് നമുക്കറിയില്ല. അതൊരു ഏതെങ്കിലും ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഡ്രോണിന്റെ പേര് എന്നതിലുപരിയായിട്ട് അതൊരു റിസർച്ച് പ്രോഗ്രാമിന് കൊടുത്തിരിക്കുന്ന, ഇന്ത്യ നൽകിയിരിക്കുന്ന ഒരു പേരാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അതിന്റെ പേരിൽ, ഇതേ പേരിൽ ഒരു എയർക്രാഫ്റ്റ് വരാനുള്ള സാധ്യത നമ്മൾ വളരെ കുറച്ച് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷേ വളരെ രഹസ്യ സ്വഭാവമുള്ള ഒരു പ്രോജക്റ്റ് ആണിത്. ഈ പ്രോജക്റ്റിന് കീഴിൽ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഡ്രോണുകൾ
ഇന്ത്യ വികസിപ്പിക്കുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അതിൻ്റെ ഡേറ്റാസ് ഒന്നും തന്നെ കൃത്യമായും നമുക്ക് പബ്ലിക്കിൽ അവൈലബിൾ അല്ല. അത് ഒരു പരിധിവരെ നല്ലതാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ത്യയുടെ ശക്തി പ്രകടിപ്പിക്കേണ്ട ഒരു സമയം ഇപ്പോഴും ആയിട്ടില്ല. സോ ഇപ്പം നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് എക്കണോമിക് ഗ്രോത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ സൈനികമായ ശക്തി പ്രകടനത്തിന്റെ ഒരു സമയമല്ല ഇത്. മറ്റു രാജ്യങ്ങളെ പാനിക് ആക്കാതെ, മറ്റു രാജ്യങ്ങളെ ഭയപ്പെടുത്താതെ, വളരെ നോർമലായിട്ട് വലിയ വാർത്തകളിൽ ഒരുപാട് നിറഞ്ഞു നിൽക്കാതെ വളരെ സമാധാനത്തിന്റെ വെള്ളരിപ്രാവായിട്ട് ഒരു സൈഡിൽ കൂടി പറന്നു പോകുന്നതാണ് തൽക്കാലം നമുക്ക് നല്ലത്. എപ്പോഴാണോ നമുക്ക് കഴുകനും പരുന്തുമൊക്കെ ആയി മാറേണ്ട ഒരു സന്ദർഭം വരുന്നത്, അപ്പോൾ മാത്രം നമുക്ക് രൂപമാറ്റം വന്നാൽ മതി. അത് തന്നെയാണ് ഇന്ത്യയുടെ ലോങ് ടേമിലേക്ക് എപ്പോഴും നമുക്ക് നല്ലത്. എന്തായാലും ഓറ എന്ന് പറയുന്നത് ഒരു ചില്ലറ പ്രോജക്റ്റ് ഒന്നുമല്ല. ഇന്ത്യയുടെ ഏറ്റവും രഹസ്യ സ്വഭാവം നിലനിൽക്കുന്ന, ഒരുപക്ഷെ ഇന്ത്യ ഗവൺമെന്റ് വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഓട്ടോണമസ് അൺമാൻഡ് റിസർച്ച് എയർക്രാഫ്റ്റ് പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഭാവിയിൽ ഈ ഒരു പേരിൽ ഒരു എയർക്രാഫ്റ്റ് വരുമോ എന്ന് പോലും നമുക്കറിയില്ല. അത്രയും സീക്രട്ട് ആയിട്ടാണ് ഈ മിഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രോജക്റ്റ് ഇന്ത്യ റൺ ചെയ്യുന്നത്. സോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.